അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും യു കെയിൽ വന്നിട്ട് ഒരു തവണയെങ്കിലും ലണ്ടൻ പോണേയിരിക്കും അല്ലേ. അപ്പം ലണ്ടൻ പോകുമ്പോൾ ലണ്ടനിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും മച്ചാനെ നിങ്ങൾ അവിടെ പോയി കഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മന്തി സ്പോട്ടാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. കാര്യം ഈ വ്ളോഗ് ഞാനിപ്പോൾ എൻ്റെ റൂമിലിരുന്നാണ് ഞാൻ എടുക്കുന്നത്. കാര്യം ഞാൻ ലണ്ടൻ പോയി വന്നപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും ആ ഫുഡ് മിസ്സായി പോകരുതെന്നുള്ള മനസ്സുകൊണ്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇത് എൻ്റെ ഒരു ഫുഡ് ബ്ലോഗോ ഒന്നുമല്ല, ജസ്റ്റ് ആ ഹോട്ടലിൽ പോയപ്പം അവർ പോലും കാണാതെ എടുത്ത 2 ക്ലിപ്പിങ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി ഇൻ UK എന്ന് തന്നെ ചങ്കത്ത് കൈ വെച്ച് പറയാൻ പറ്റും മുത്തേ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അവിടെ പോയി കഴിക്കണം കേട്ടോ. ഗോപി കട എങ്ങനെ ഉണ്ടാവും? ഗോപിയുടെ സെലക്ഷനാണ് ഈ കട. ഭക്ഷണം കഴിച്ച ശേഷം എൻ്റെ മുഖം ഒന്നും കൂടെ എടുക്കണം. അതും 2 ട്യൂബ് മാറിക്കറിയാണ് ഈ കടയിൽ മന്തിൻ്റെ വന്നത്. രാഹുൽ പറഞ്ഞിട്ടില്ല മന്തിയുടെ മണം ഉണ്ടെന്ന്. അതുമല്ല അത്ര വേണം ചോദിച്ചു മന്തിയുടെ വരുമ്പോ ഒരു മടിക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞ കട ഇതല്ല. പയ്യെ പറഞ്ഞ അടിയും വെച്ച് പറഞ്ഞാൽ ഈ ട്രിപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ട്രിപ്പിൽ കാര്യം പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോകുമ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യണത് സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ്. പക്ഷേ ഇതെൻ്റെ ഒരു ഫുഡ് ട്രിപ്പായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് തന്നെ പോയൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് ഫുഡ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ 4 പേർക്കിടെ ഒരു മനസ്സിൻ്റെ ഒത്തൊരുമ പോലെ തന്നെ ഫുഡും നല്ലതായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്ക് ഇഷ്ടപ്പെട്ടു. ഒരാൾക്കെങ്കിലും ആ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ആ ട്രിപ്പ് തന്നെ നമുക്കൊരു അവിടെ പോയെന്ന് ഒരാൾക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഫുഡായിരുന്നു. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും അവിടെ ട്രൈ ചെയ്യണം. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടു. രാവിലെ എടാ ഉറങ്ങണം പറയുമല്ലേ, പറ മട്ടൻ പറഞ്ഞാൽ മതി. ഗൈസ്, ഇത് മന്തി നല്ലതാണോ അല്ലേ അത് ഞാൻ പറയണില്ല. ഞങ്ങളുടെ ഇരിപ്പും അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പാണ്. ഓക്കെ, ഗോപി മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ വയറ് പറയുന്നു അത്. നല്ല മന്തിയും നല്ല ഹനീഫിയായിരുന്നു. ലാമ്പ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ബോൺ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മീറ്റ് ഇങ്ങനെ വീഴുകയായിരുന്നു. പേഴ്സണലി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് വയറ് നിറച്ച് കഴിച്ചു. സന്തോഷം. നമ്മളൊരു ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ ഗൂഗിളിൽ കണ്ടു നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, 4.6 റേറ്റിംഗ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. പക്ഷെ വിഷമിപ്പിച്ചില്ല, മനസ്സിൽ ഒട്ടും വിഷമമില്ല. നല്ല ഫുഡ്. അതിന്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ സുലൈമാനോട് കുടിക്കാൻ പോകും. ഇവിടെ തന്നെ ഒന്നും പറയാനില്ല. ഞാൻ ഗോപിനെ ഫുഡ് കഴിച്ച ശേഷം എന്തെങ്കിലും ഒരു ചീത്ത വിളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഗൈസ്. പക്ഷേ ഗോപി എണ്ണ വാക്ക് വലിച്ച് ഫുഡ് കൊള്ളായിരുന്നു. 2 പ്രാവശ്യം 2 ട്യൂബ് കയറി മാറി വന്നാണ് ഇവിടെ ഒക്കെ തിന്നാൻ കൊണ്ടുവന്നത്. പട്ടിണി കിടന്നപ്പോഴത്തേക്കില്ല, നമുക്ക് 2 ബസ് അപ്പുറമുള്ള കടയിൽ പോയി തന്നെ തിന്നണം എന്നുള്ള ഗോപിയുടെ വാശിയായിരുന്നു. പക്ഷേ സാധനം കൊള്ളായിരുന്നു.